ഏതായാലും എ പത്മകുമാർ അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതും വിശദീകരിക്കാൻ പാടുപെടുന്ന CPM-ന് പിടിവള്ളിയായിരിക്കുകയാണ് അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ. അടൂർ പ്രകാശ് പെരുങ്കള്ളന്മാരെ ഒന്നിലേറെ തവണ കണ്ടുവെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്നല്ലാതെ എന്ത് പറഞ്ഞ് UDF പിടിച്ചു നിൽക്കുമെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. അടൂർ പ്രകാശ് ഈ വലിയ പെരുങ്കള്ളന്മാരുമായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ മേഖലയിൽ സന്ധിക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്തു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നല്ലപോലെ നടക്കുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് UDF-ന്റെ കൺവീനർ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതിന് വിധേയമാകുന്നത്. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്താണ് കുറ്റം ചെയ്തതെന്ന് ചാർജ് ഷീറ്റ് വന്ന അന്ന് നടപടിയെടുക്കും. ധാർമ്മിക പ്രശ്നമില്ല, ഞങ്ങൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ധാർമ്മിക പ്രശ്നം അയാൾ ജയിലിലുമാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റഹീസ്, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം UDF തയ്യാറെടുക്കുന്നതിനിടെ അല്ലെങ്കിൽ ആ വിഷയം സ്വർണ്ണക്കൊള്ള വിഷയം ആയുധമാക്കുന്നതിനിടെ വീണ് കിട്ടിയ ഒരു ആയുധമാവുകയാണ് അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലല്ലേ? വിനിത, അടൂർ പ്രകാശ് UDF-ന്റെ കൺവീനർ കൂടിയാണ്, ഒപ്പം ആറ്റിങ്ങൽ MP കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് വെച്ച് UDF പലതരത്തിലുള്ള ആക്രമണങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെതിരെയും CPM-നെതിരെയും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ എ പത്മകുമാറുണ്ട്, N വാസുണ്ട്, PS പ്രശാന്ത് അടക്കമുള്ള നേതാക്കളെല്ലാം CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അതൊക്കെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ CPM-ന് കഴിയുമായിരുന്നില്ല താനും. സോണിയാഗാന്ധിയെ കണ്ടത് വെച്ച് മാത്രമായിരുന്നു, അല്ലെങ്കിൽ അടൂർ പ്രകാശുമായി നിൽക്കുന്ന ചിത്രം വെച്ചിട്ട് മാത്രമായിരുന്നു ആ തരത്തിലൊരു പ്രതിരോധം CPM തീർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം UDF-ന്റെ കൺവീനറെ 2.5 മണിക്കൂർ നേരം വേറൊരു വാഹനത്തിൽ എത്തി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങളെന്ന് CPM നേതാക്കൾക്ക് സ്ഥാപിക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി മറ്റൊരു സ്വകാര്യ വാഹനത്തിലെത്തി ചോദ്യം ചെയ്യാൻ 2.5 മണിക്കൂർ ഇരുന്നത് ഉറപ്പായും CPM പ്രചരണം ആക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വിനിത. ശരി, റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്.